നമ്മുടെ ഇന്നത്തെ വീഡിയോ 30 വയസ്സിന് മുകളിലോട്ടുള്ള ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും പലതരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ട്. അവർ അറിഞ്ഞിരിക്കേണ്ട അവരുടെ ബോഡിയിൽ പ്രായം കൂടുന്തോറും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും, അതുപോലെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു 5 മിനറൽസും അത് കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഇന്ത്യൻ ഫുഡ്സും ഏതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും പറയാൻ പോകുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അവർക്ക് മുട്ടുവേദന, കാലുവേദന, അവരുടെ നഖങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഇതുപോലെ വേദനകൾ വരുമ്പോൾ അവരെന്തെങ്കിലും തരത്തിലുള്ള ഓയിൽമെൻറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലറുകളോ കഴിച്ച് വേദനകൾ മാറ്റും. പിന്നീട് വേദനകൾ വരും, അവർ ഇതുപോലെ തന്നെ ചെയ്യും. പക്ഷേ ഇതിനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് ഏജ്ഡ് ആകുമ്പോൾ, കുറച്ച് പ്രായം കൂടി വരുന്നതോറും നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യത്തിൻ്റെ എമൗണ്ട് കുറയുന്നതാണ് ഇതിന് കാരണം. കാൽസ്യം നമ്മുടെ എല്ലുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മിനറലാണ്. കാൽസ്യം കുറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള എല്ലുകൾക്ക് ബലക്ഷയം, ശരീരവേദന, മുട്ടുവേദന, കാലുവേദന കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകൾ വരാതിരിക്കാനും നമ്മുടെ ബോഡിയിലെ കാൽസ്യത്തിൻ്റെ എമൗണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിൽ കാൽസ്യം നമുക്ക് കിട്ടുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ഫുഡുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. റാഗി, തൈര്, എള്ള്, മുരിങ്ങയില, ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിച്ച് നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യം കണ്ടന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ഷീണം, മുടി കൊഴിച്ചിൽ, സ്കിന്നെല്ലാം ഡള്ളാവുക, ഇറഗുലർ പീരീഡ്സ്, ഇതിനെല്ലാം കാരണം നമ്മുടെ ബോഡിയിലുള്ള അയൺ കണ്ടന്റ് കുറയുന്നതും ആവാം. അയൺ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. അയൺ ടാബ്ലറ്റ്സ്, അതുപോലെ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ്, അതുപോലെ അയൺ കണ്ടന്റ് കൂടുതലായുള്ള ഫുഡൊക്കെ കഴിച്ച് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം. അത്തരത്തിലുള്ള ഫുഡുകൾ നോക്കിയാൽ ചീര, ശർക്കര, ഈത്തപ്പഴം, ചെറുപയർ, മുട്ട, ഇതെല്ലാം അയൺ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫുഡുകളാണ്. ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ശീലമുണ്ട്. ആഹാരം കഴിച്ച ഉടനെ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കാരണം ചായ അതുപോലെ കോഫിയിൽ ടാനിൻസ്, പോളിഫിനോൾസ് പോലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത് നമ്മുടെ ഫുഡിൽ നിന്നുള്ള അയണിൻ്റെ അബ്സോർപ്ഷനെ പൂർണ്ണമായിട്ടും തടയാനും അതിൽ നിന്നും അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലുള്ള കണ്ടീഷനുകൾക്കും കാരണമാകും. അതിന് പകരം നാരങ്ങ വെള്ളം, അതുപോലെ സംഭാരം, ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് പച്ചവെള്ളം കുടിച്ചാലും നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അയൺ ഡെഫിഷ്യൻസി പോലുള്ള അവസ്ഥകളും അതിൽ നിന്നും വരാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് തടയാനാകും. അതുപോലെ ഉറക്കക്കുറവ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, PCOS പോലുള്ള സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കും. ഏത്തപ്പഴം, നിലക്കടല, ഗോതമ്പ്, പംകിൻ സീഡ്സ്, ഇതുപോലെ മഗ്നീഷ്യം കണ്ടന്റ് കൂടുതലുള്ള ഫുഡുകൾ കഴിച്ച് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ ലോ ഇമ്മ്യൂണിറ്റി, പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാം, മുടി ഒരുപാട് തിന്നായിക്കൊണ്ടിരിക്കുക, നഖങ്ങളിലൊക്കെ ഒരു വൈറ്റ് സ്പോട്ട്, ഒരു വെള്ളപ്പാടുകളൊക്കെ വരാം, സ്കിന്നിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പാടുകളൊക്കെ വരാം. ഇത് ചിലപ്പോൾ സിങ്കിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. സിങ്ക് നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി, അതുപോലെ ഹോർമോൺ ബാലൻസിങ്ങിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ചെറുപയർ, കാഷ്യൂ, പാൽ, മുട്ട, പലതരത്തിലുള്ള സീഡുകൾ, ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നതിലൂടെ ഈ അവസ്ഥകൾ ഒരു പരിധി വരെ നമുക്ക് തടയാനാകും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മിനറലാണ് അയഡിൻ. അയഡിൻ നമ്മുടെ ബോഡിയിലുള്ള തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ മറ്റു പല ഹോർമോൺസിൻ്റെ റെഗുലേഷൻസും ഒരുപാട് മെറ്റബോളിസം റിയാക്ഷൻസിനകത്തും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അയഡിൻ. പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം, വെയിറ്റ് ഗെയിൻ, ഇറഗുലർ പീരീഡ്സ്, മുടി കൊഴിച്ചിൽ, ഇതെല്ലാം അയഡിൻ കണ്ടന്റിൽ വരുന്ന വേരിയേഷൻ കൊണ്ട് വരുന്നതായിരിക്കാം. അയോഡൈസ്ഡ് സാൾട്ട്, അതായത് ഇന്ദുപ്പ്, തൈര്, മുട്ട, മീൻ, ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നതിലൂടെ നമുക്ക് അയഡിൻ കണ്ടന്റ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒരു 5 മിനറൽസാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വേദനകളോ പ്രശ്നങ്ങളോ നമ്മുടെ അമ്മമാരോ ചേച്ചിമാരോ ആരെങ്കിലും പറഞ്ഞാൽ എന്തായാലും ഡോക്ടറെ കാണണം. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫുഡുകളിൽ നിന്നും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു പരിഹാരമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.